കണ്ണൂർ അഴീക്കൽ സമുദ്രാതിർത്തിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ പുറം കടലിലേക്ക് മാറ്റാൻ ശ്രമം തുടങ്ങി. ഗുജറാത്തിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം കപ്പലിന് ടഗുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നിലവിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. മഴ പ്രധാന വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? ഒപ്പം തന്നെ ഗുജറാത്തിൽ നിന്നും വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വൃന്ദ, നിലവിൽ ഇപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ പുറം കടലിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചു വരുന്നത്. ഗുജറാത്ത് പോർബന്തറിൽ നിന്നുള്ള മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിലൂടെ കത്തിക്കൊണ്ടിരുന്ന കപ്പലിന്റെ മുൻവശത്ത് തീ പൂർണ്ണമായും അണഞ്ഞ അവസ്ഥയിലാണ്. ആ ഭാഗത്തേക്ക് ഇറങ്ങി ഇരുമ്പ് വടം ഉപയോഗിച്ച് ഇപ്പോൾ വാട്ടർ ലില്ലി എന്ന് പറയുന്ന ടഗുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, കഴിയുമെങ്കിൽ ഈ കപ്പലിനെ ഉൾക്കടലിലേക്ക് വലിച്ചു മാറ്റുക. അല്ലാത്ത പക്ഷം ഏതെങ്കിലും കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ കാറ്റിന് അനുകൂലമായ ദിശയിലേക്ക് നീങ്ങിപ്പോകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ടഗുമായി ഇപ്പോൾ നിലവിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ കിട്ടിയ അവസാന വിവരം അനുസരിച്ച് തീയുടെ തീവ്രത കുറഞ്ഞെങ്കിലും പല സ്ഥലങ്ങളിലും തീ കത്തുന്നുണ്ട്. നേരത്തെ മുൻവശത്തും പിറകുവശത്തും എല്ലാം തന്നെ വ്യാപകമായി തീ കത്തിക്കൊണ്ടിരുന്നു. അതിൽ കപ്പലിന്റെ മുൻഭാഗത്തുള്ള വാൻഹായ് കപ്പലിന്റെ മുൻഭാഗത്തുള്ള തീ പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ കപ്പലിനകത്ത് ഇപ്പോഴും വലിയ തരത്തിൽ തീയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ തീവ്രത കുറവാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകളും നേവിയുടെ 2 കപ്പലുകളും ഇപ്പോൾ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇന്ന് രാത്രിയും ഈ തീ അണയ്ക്കുന്ന പ്രക്രിയ തുടരും. ഇപ്പോഴും കപ്പലിനുള്ളിലേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കപ്പലിന് ചെറിയൊരു ചെരിവുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ പുറം കടലിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യത്തിന് എതിരായി പ്രവർത്തിക്കുമോ? നിലവിൽ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ചെരിവ് 15 ഡിഗ്രിയാണ്. ആ ചെരിവ് അതുപോലെ തന്നെ തുടരുകയാണ്. ആ ചെരിവ് കൂടി നിവർത്തി നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കാരണം വലിയ ശക്തിയുള്ള ടഗാണ് ഇപ്പോൾ കപ്പലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്പോൺസ് സെന്റർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ പോർബന്തറിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു സംരംഭമാണ്. ഇവരാണ് സാധാരണ കപ്പലുകൾ വെള്ളത്തിൽ ആഴ്ന്നു പോകുമ്പോഴും ഒപ്പം കപ്പലിൽ നിന്ന് വലിയ തരത്തിലുള്ള കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീഴുമ്പോഴൊക്കെ അത് മാറ്റുന്നതിന് വേണ്ടി എത്തുന്ന സംഘമാണ് ഇവർ. ഇവരാണ് ഈ കപ്പലിന്, അതേ കത്തിക്കൊണ്ടിരുന്ന കപ്പലിനുള്ളിലേക്ക് സാഹസികമായി ഹെലികോപ്റ്ററിലൂടെ ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ അവരെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ തീയുടെ തീവ്രത കുറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് കപ്പൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. വൃന്ദ, ബിനോയ്, ഒപ്പം തന്നെ ജീവനക്കാരിൽ 18 പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നിലവിൽ ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ്? ഇതില് ഒരാള്, അതായത് പൊള്ളലേറ്റ ഒരാൾ ഇന്ന് ആശുപത്രി വിടും. ചൈന സ്വദേശിയാണ് അദ്ദേഹം. ഇന്ന് ആശുപത്രി വിടും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് രാവിലെ ലഭ്യമായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ ആരോഗ്യകരമായ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളവരല്ല. അതേസമയം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കടലിൽ ഈ കപ്പലിൽ നിന്നും കാണാതായ 4 പേരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിലൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നത്, കാരണം ഇവര് കപ്പലിനുള്ളിലെ തന്നെ ഫയർ ഫൈറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവര് ഏതെങ്കിലും തരത്തിൽ ഇവര് ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ, അതായത് ഈ കപ്പലിനുള്ളിൽ പെട്ടുപോയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇവർ ഈ സമയത്ത് തന്നെ കടലിലേക്ക് രക്ഷാകവചങ്ങളൊന്നും ധരിക്കാതെ ചാടിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. നിലവിൽ ഈ 4 പേരെയും ഇതുവരെയായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.